ഓണനാളുകളിൽ സംസ്ഥാനത്ത് മഴയുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അന്വർത്ഥമാക്കുകയും ചെയ്യുന്നത്. ആയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. മറ്റൊന്ന്, തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ഇന്നും തീരദേശ മേഖല കേന്ദ്രീകരിച്ച് റെഡ് അലർട്ട് നിലനിൽക്കുന്നൊരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനം കൂടി കേരളത്തിൽ മഴയുടെ സാഹചര്യം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ ഒരു നൗകാസ്റ്റ് ബുള്ളറ്റിൻ പുറപ്പെടുവിച്ചിട്ടുള്ള അതിൽ പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും ഒപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂനമർദ്ദത്തിൻ്റെ ഒരു സ്വാധീനം അടുത്ത നാളുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ പരക്കെ മഴ കിട്ടാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. വടക്കൻ ജാർഖണ്ഡ്, തെക്കു പടിഞ്ഞാറൻ ബീഹാർ, തെക്കുകിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിൽ ഒരു തീവ്ര ന്യൂനമർദ്ദം തുടരുന്ന ഒരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ജാർഖണ്ഡ്, തെക്കുകിഴക്കൻ ഉത്തർപ്രദേശ്, വടക്കൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങാനും ഒപ്പം തുടർന്ന് ശക്തി കൂടിയ ന്യൂനമർദ്ദ മേഖലയായി മാറാനുമുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് ദുർബലമായേക്കുമെന്നുള്ളതാണ് IMD അറിയിക്കുന്ന കാര്യം. ഇതിൻ്റെ സ്വാധീന ഫലമായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ യാതൊരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള അറിയിപ്പ് ഇൻകോയ്സ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുകയാണ്. ഉയർന്ന തിരമാലയ്ക്കും ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത ഉള്ളതിനാലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് KSDMA ഔദ്യോഗികമായ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇൻകോയ്സ് ഒരു മുന്നറിയിപ്പ് കൂടി പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള തീരത്ത് നാളെ വൈകിട്ട് 5:30 വരെ 1.1 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇൻകോയ്സ് മുന്നറിയിപ്പിൽ നൽകിയിരിക്കുന്ന കാര്യം. തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ള നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയാണ്. കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയാണ്. ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയാണ്. എറണാകുളം മുനമ്പം FH മുതൽ മറുവക്കാട് വരെയാണ്. തൃശ്ശൂരിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ, അതോടൊപ്പം മലപ്പുറത്ത് കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ, അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ ചോമ്പാല FH മുതൽ രാമനാട്ടുകര വരെ ഉണ്ട് എന്നുള്ളത് കൂടി വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. കണ്ണൂരിൽ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള മേഖലകളിലും ഉയർന്ന തിരമാലയ്ക്കും ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് റെഡ് അലർട്ട് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മത്സ്യത്തൊഴിലാളികൾ ഈ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കുക കൂടി വേണം. മറ്റൊന്ന്, തമിഴ്നാട്ടിലെ കന്യാകുമാരി, രാമനാഥപുരം, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും അതോടൊപ്പം ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ ഘട്ടത്തിലും KSDMA നൽകാറുള്ളതാണ്. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് കൃത്യമായി ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുവേണം മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.